Hello dears, welcome back to Thunder Kitchen Recipes. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈസി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. നമ്മളെപ്പോഴും ഇഡ്ഡലി, ദോശ അല്ലെങ്കിൽ ചപ്പാത്തി ഇതൊക്കെയാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു കറി ഉണ്ടാക്കണം, പിന്നെ നമ്മൾ അതിനുള്ള മാവൊക്കെ റെഡിയാക്കണം. അതൊന്നും വേണ്ട, നമുക്ക് വളരെ പെട്ടെന്ന് ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്ത് നമുക്കിത് കഴിക്കാം. ഒരു 5 മിനിറ്റേ ഇതെടുക്കുള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 4 സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കുക. ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് ക്രഷ് ചെയ്ത് ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും ക്രഷ് ചെയ്ത് ചേർക്കുക. നന്നായിട്ട് ക്രഷ് ചെയ്യണം കേട്ടോ. ചെറിയ പീസസാക്കി നന്നായിട്ട് ചതച്ചെടുത്താൽ മതിയാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കാം കേട്ടോ. പക്ഷേ ഇതുപോലെ നമ്മൾ ക്രഷ് ചെയ്ത് ഡയറക്റ്റ് എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഇതിലേക്ക് ഒരു വലിയ പച്ചമുളകും കൂടി 4ആക്കി മുറിച്ച് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു വലിയ സവാള വലുതാക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് അതിൻ്റെ കളർ ചേഞ്ച് ആകുന്നത് വരെ വഴറ്റി കൊടുക്കണം. സവാള നിറം മാറി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത മണം വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഏകദേശം ഒരു മിനിറ്റൊക്കെ വഴറ്റി കൊടുക്കേണ്ടി വരും. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുക. 2-1/2 ടീസ്പൂൺ വീതം മതിയാകും. കൂടുതൽ സ്പൈസി ആക്കണമെന്നുള്ളവർക്ക് ഇതിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് എരിവുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആകും. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ക്യാരറ്റൊക്കെ പെട്ടെന്ന് സോട്ടായി കിട്ടും. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതിയാകും കേട്ടോ. നമ്മൾ ബ്രെഡിൽ ഏകദേശം ഉപ്പൊക്കെ ഉള്ളതാണ്. പിന്നെ ഇനി ചേർക്കേണ്ടത് ചിക്കനാണ്. ഞാനൊരു 150 ഗ്രാം ചിക്കൻ മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങിയെടുത്തതാണ്. എന്നിട്ട് ചെറുതായി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിൻ്റെ വെള്ളവും വേണം, സ്റ്റോക്ക്. അത് ഒരു 1/2 കപ്പോളം വെള്ളം വേണം. അതിപ്പോൾ ഇതിലേക്ക് ചേർക്കാം. ചിക്കൻ സ്റ്റോക്ക് ചേർത്താൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചിക്കൻ മാത്രമായിട്ട് ചേർത്താൽ അത്രയ്ക്ക് ടേസ്റ്റൊന്നും വരില്ല. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അപ്പോൾ ഈ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന വെജിറ്റബിളും ഈ ചിക്കനും എല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആകും. കുറച്ച് നനവും ഉണ്ടാവും. ഇപ്പോൾ ഈ മസാലയെല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ചിക്കൻ പീസസിലൊക്കെ മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത ബ്രെഡ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയുമായിട്ട് ബ്രെഡ് നന്നായിട്ട് മിക്സ് ആകണം. ഞാനിപ്പോൾ ഈ എടുത്ത അളവനുസരിച്ച് 2 പേർക്കുള്ള മീലാണ് കേട്ടോ. ഈ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മീലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് നിങ്ങളുടെ മെമ്പേഴ്സിൻ്റെ നമ്പർ അനുസരിച്ച് കൂടുതലായിട്ട് എടുക്കുക. മെഷർമെൻ്റ് എല്ലാം സെയിമാണ്. ഇത് കൂട്ടിയെടുത്താൽ മതിയാകും. ഇനി നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് 1 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ബ്രെഡൊക്കെ നല്ല സോഫ്റ്റായിട്ട് മാറും. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഈ ബ്രെഡൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കൂടുതൽ അങ്ങോട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് മാത്രം കുറച്ച് ആവി കയറിയാൽ മാത്രം മതിയാകും. പെട്ടെന്ന് ഈ ബ്രെഡൊക്കെ സോഫ്റ്റ് ആകും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ ഇത് തുറന്ന് വെച്ച് കുറച്ച് നേരം ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്താൽ വളരെ ഡ്രൈ ആയിട്ടും നല്ല ക്രിസ്പിയുമായിട്ടുള്ള
ബ്രെഡ് മസാല കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രെഡ് മസാലയാണ്, ചിക്കൻ ബ്രെഡ് മസാല. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ഇത്. നമുക്കൊരു 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ബ്രെഡ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ചിക്കൻ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കണ്ട. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ചിക്കൻ അവോയ്ഡ് ചെയ്യുക. ചിക്കൻ പീസസും ചിക്കൻ സ്റ്റോക്കൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് ഈ ബ്രെഡ് മസാല വളരെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്, സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക്